ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോർട്ടൈൻ്റെ മാത്സ് ആണ്. അത് നമ്മൾ എന്താണ് ഡെറിവേറ്റീവിൻ്റെ സെക്ഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തുകൊണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റായിട്ട് ചെയ്തത് എന്താ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആയിരുന്നു. നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയാൽ കാണാൻ പറ്റും. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാനായിട്ട് പറ്റും. ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഫസ്റ്റ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തുകൊണ്ട് എന്താ നമ്മൾ കോസ് എക്സിൻ്റെയും ടാൻ എക്സിൻ്റെയും ഒക്കെ ഡെറിവേറ്റീവ് എന്ത് ചെയ്യാൻ പോവുകയാണ്, കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണ്. ദ കോസിൻ്റെ ഡെറിവേറ്റീവ് എഫ് ഓഫ് എക്സ് ഈക്വൽ നമുക്ക് എന്തെടുക്കാം, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ് എന്നെടുക്കാം. അങ്ങനെയാണെങ്കിൽ എന്താണ് എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽ എക്സ് എന്താണ്, എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽ എക്സ് എന്ന് പറയുമ്പോൾ എന്താണ് കോസ് ഓഫ് എക്സ് പ്ലസ് ഡെൽ എക്സ്. അപ്പോൾ നമ്മൾ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്യും. അതിൻ്റെ ഇക്വേഷൻ എന്താണ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എന്താണ് ലിമിറ്റ് ഡെൽ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് all divided by del x. നമുക്ക് അപ്ലൈ ചെയ്യാം ലിമിറ്റ് ഡെൽ എക്സ് ടെൻസ് ടു 0. എടാ എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽ എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ് കോസ് ഓഫ് എക്സ് പ്ലസ് ഡെൽ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ആരാണ്ടാ കോസ് എക്സ് ഓൾ ഡിവൈഡഡ് ബൈ ഡെൽ എക്സ്. ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണ്, നമുക്ക് അറിയേണ്ട ഒരു കുറച്ച് കാര്യങ്ങളുണ്ട്. കോസ് എ മൈനസ് കോസ് ബി എന്താണ് കോസ് എ മൈനസ് കോസ് ബി ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് സൈൻ എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു സൈൻ എ മൈനസ് ബി ബൈ 2. ഇതാണല്ലോ ഇക്വേഷൻ. നമ്മൾ എന്താണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ എന്താണ് പഠിച്ചിട്ടുണ്ട് അതിൻ്റെ ഇക്വേഷൻ എന്താണ് കോസ് എ മൈനസ് കോസ് ബി. എന്താണ് കോസ് എ മൈനസ് കോസ് ബിയുടെ ഇക്വേഷൻ എന്താണ് മൈനസ് സൈൻ എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു സൈൻ എ മൈനസ് ബി ബൈ 2. നെക്സ്റ്റ് നമുക്ക് എന്താണ് ഇതിലോട്ട് അപ്ലൈ ചെയ്യാം. എങ്ങനെ അപ്ലൈ ചെയ്യും, നമുക്ക് വേണ്ടത് കോസ് ഓഫ് എക്സ് പ്ലസ് ഡെൽ എക്സ് മൈനസ് കോസ് എക്സ് അല്ലേ വേണ്ടത്. ദാറ്റ്സ് ഈക്വൽ ടു ഇവിടെ എക്ക് പകരം ആരാണ് എക്ക് പകരം എക്സ് പ്ലസ് ഡെൽ എക്സും ബിക്ക് പകരം എന്താണ്ട കോസ് എക്സും ആണ്. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്തായിരിക്കും മൈനസ് സൈൻ എ പ്ലസ് ബി. എ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ഡെൽ എക്സ് പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ആരാണ് എക്സ് ആണ് ബൈ 2ഉം അതുപോലെ എന്താണ് സൈൻ എ പ്ലസ് ബി. എ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ഡെൽ എക്സ് മൈനസ് ബി എന്ന് പറഞ്ഞാൽ രണ്ട് എക്സ് ബൈ 2. ഇവിടെ എക്സ് മൈനസ് എക്സ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. ഫൈനൽ നമുക്ക് ആൻസർ എന്ത് കിട്ടും മൈനസ് സൈൻ എക്സ് പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ 2x പ്ലസ് ഡെൽ എക്സ് ബൈ 2 എന്ന് കിട്ടും അല്ലേ. അടുത്ത നമുക്ക് എന്ത് കിട്ടും സൈൻ ഡെൽ എക്സ് ബൈ 2 എന്ന് കിട്ടും. നമുക്കടുത്ത് അപ്ലൈ ചെയ്യാം. നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും, ലിമിറ്റ് ഡെൽ എക്സ് ടെൻസ് ടു 0 കോസ് എക്സ് പ്ലസ് ഡെൽ എക്സ് എന്താണ് കോസ് എക്സ് പ്ലസ് ഡെൽ എക്സ് മൈനസ് കോസ് എക്സ്. ആൻസർ എന്താ മൈനസ് സൈൻ 2x പ്ലസ് ഡെൽ എക്സ് ബൈ 2 ഇൻറ്റു സൈൻ ഡെൽ എക്സ് ബൈ 2 ഓൾ ഡിവൈഡഡ് ബൈ. എടാ നമുക്ക് ഓൾ ഡിവൈഡ് ബൈ 2 കൊടുക്കേണ്ട പോലെ നമുക്ക് ഇങ്ങനെ കൊടുത്താലോ അതിനെ ഇൻറ്റു 1 ബൈ ഡെൽ എക്സ് കൊടുത്താലോ, ഇതിന് പ്രശ്നമുണ്ടോ ഇല്ലല്ലോ. ദാറ്റ്സ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽ എക്സ് ടെൻസ് ടു 0 മൈനസ് സൈൻ 2x പ്ലസ് ഡെൽ എക്സ് ബൈ 2 ഇൻറ്റു ഇനി അവിടെ എന്താണെന്ന് അറേഞ്ച് ചെയ്യാൻ പോവുകയാണ് സൈൻ ഡെൽ എക്സ് ബൈ 2 ബൈ ഡെൽ എക്സ് ഉണ്ടായല്ലോ, ഇതിലും പ്രശ്നമുണ്ടോ. ദാറ്റ് ഇസ് ഈക്വൽ ടു ഇവിടെ ഒരു പ്രശ്നമുണ്ട്. പ്രശ്നം എന്ന് പറഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമല്ല, നമുക്കിവിടെ ഒന്ന് ബാലൻസ് ചെയ്യണം. എങ്ങനെ ബാലൻസ് ചെയ്യണം, നമ്മൾ പഠിച്ചിട്ടുണ്ട് ലിമിറ്റ് എസ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് എന്താണ് ആൻസർ 1 ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ഇവിടെ സൈൻ എക്സ് ബൈ എക്സ് വരണമെങ്കിൽ ഇവിടുത്തെ ആംഗിൾ സൈൻ്റെ ആംഗിൾ ഡെൽറ്റ എക്സ് ബൈ 2 അല്ലേ. അപ്പോൾ താഴെ ആര് വരണം ഡെൽറ്റ എക്സ് ബൈ 2 വരണം. അപ്പോൾ ഞാൻ വരുത്തി അതിന് ബൈ 2 വരുത്തി ഡെൽറ്റ എക്സ് ബൈ 2 എന്ന് വരുത്തി ബാലൻസ് ആയിട്ട് അവിടെ ഒരു ഇൻറ്റു കൂടെ കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരെ ലിമിറ്റ് അപ്ലൈ ചെയ്യാം മൈനസ് സൈൻ ഇവിടെ നമ്മൾ എന്താണ് 2x പ്ലസ് ഡെൽ എക്സിന് എന്ത് കൊടുക്കും 0 എന്ന് കൊടുക്കും ബൈ 2 ഇൻറ്റു ഇത്രയും സാധനം എന്തായിട്ട് മാറും, അത് 1 ആയിട്ട് മാറും അല്ലേ. 1 ബൈ എന്തെന്നാവും ഇവിടെ ഒരു ഇൻറ്റു 2 കൂടെ ഉണ്ട്, അത് എന്താണ് 2 എന്നാവും 1 ബൈ 2 എന്നാവും. ദാറ്റ് ഇസ് ഈക്വൽ ടു
നമ്മൾ ചെയ്തു വന്നപ്പോഴേടാ ഇതിലൊരു മൈനസ് കൂടെ ഉണ്ടായിരുന്നു, നമ്മൾ ശ്രദ്ധിച്ചില്ല. കോസ് എ മൈനസ് കോസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്ടാ? കോസ് എ മൈനസ് കോസ് ബി -2 ആണ് കേട്ടോ. ഒരു 2 കൂടെ ഉണ്ട്, ഞാൻ വിട്ടുപോയത് എഴുതാനായിട്ട്. അപ്പം എല്ലാത്തിലും ഒരു -2 കൂടെ ഉണ്ട്, എല്ലാത്തിലും ഒരു 2 കൂടെ ഉണ്ട്. ഒരു 2 അഡീഷണൽ ആയിട്ട് വരും. അപ്പോൾ ഈ ഒരു 2 ഈ ഒരു 2 കൂടെ ഇവിടെ എന്തായി പോവും? ക്യാൻസലായി പോവും. ബാക്കി നമുക്ക് എന്ത് കിട്ടും? മൈനസ് സൈൻ 2x/2 എന്നാവും. ഈ 2-നൂടെ ഇവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫൈനൽ ആൻസർ മൈനസ് സൈൻ എക്സ് എന്ന് കിട്ടും. ശ്രദ്ധിക്കുക, ഇക്വേഷനിൽ 2 കൂടെ ഉണ്ട്, ഞാൻ വിട്ടുപോയി, സോറി കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ടാൻ എക്സ്. നമ്മൾ എങ്ങനെ മാറ്റും? എഫ് ഓഫ് എക്സ് ടാൻ എക്സ് ആണെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് എന്തായിരിക്കും? എഫ് ഡാഷ് ഓഫ് എക്സ് അല്ല, എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽ എക്സ് എന്തായിരിക്കും? ടാൻ എക്സ് പ്ലസ് ഡെൽ എക്സ് അല്ലേ? അങ്ങനെ നമ്മൾ ലിമിറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? dy/dx ഈക്വൽ ടു, ഇക്വേഷൻ പറഞ്ഞു എന്താണ്ടാ? ലിമിറ്റ് ഡെൽ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എന്താണ്ട? ബൈ ഡെൽ എക്സ്. ദാറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽ എക്സ് എന്ന് പറഞ്ഞാൽ ആരാണ്ടത്? ടാൻ എക്സ് പ്ലസ് ഡെൽ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? അത് ടാൻ എക്സ് ബൈ എന്താണ്? ബൈ ഡെൽ എക്സ്. നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണെടാ, നോക്കും. ഈ ടാൻ എക്സ് പ്ലസ് ഡെൽ എക്സ് മൈനസ് ടാൻ എക്സിനെ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും. ടാൻ എന്ന് പറഞ്ഞാൽ എന്താണ്ട? ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടാൻ എക്സ്. ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണ്. എന്താണ്ട? സൈൻ എക്സ് ബൈ കോസ് എക്സ്. അങ്ങനെയാണെങ്കിൽ ടാൻ എക്സ് പ്ലസ് ഡെൽ എക്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സൈൻ എക്സ് പ്ലസ് ഡെൽ എക്സ് ബൈ കോസ് എക്സ് പ്ലസ് ഡെൽ എക്സ് അല്ലേ? മൈനസ് ടാൻ എക്സ് എന്ന് പറയുന്നത് എന്താണ്? ടാൻ എക്സ് സൈൻ എക്സ് ബൈ കോസ് എക്സ്. നമുക്ക് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഇതിനെ ഇതുമായിട്ട് ഇൻഡ് ചെയ്യാം അല്ലേ? അപ്പോൾ സൈൻ എസ് പ്ലസ് ഡെൽറ്റ എക്സ് ഇൻറ്റു കോസ് എക്സ് മൈനസ് അടുത്തെന്താണ്? കോസ്. ഇതിനെ ഇതുമായിട്ട് ഇൻഡ് ചെയ്യാം, ഇതിനെ ഇതുമായിട്ട് ഇൻഡ് ചെയ്യാം. അപ്പോൾ കോസ് എസ് പ്ലസ് ഡെൽ എക്സ് ഇൻറ്റു സൈൻ എക്സ് ഓൾ ഡിവൈഡഡ് ബൈ എന്താണ്? കോസ് എക്സ് പ്ലസ് ഡെൽ എക്സ് ഇൻറ്റു കോസ് എക്സ്. നിങ്ങൾ മുകളിൽ നോക്കിക്കടാ, നമ്മൾ സൈൻ എ പ്ലസ് ബിക്ക് ഒരു ഇക്വേഷൻ പഠിക്കുന്നുണ്ട്, സൈൻ എ പ്ലസ് ബി. ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കിയല്ല, ഇക്വേഷൻ ആയതുകൊണ്ടാണ് ഞാൻ വേറെ കളർ ഇട്ട് എഴുതുന്നത്. സൈൻ എ പ്ലസ് ബി എന്ന് പറയുന്നത് എന്താണ്ടാ? സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. ഇതാണ് അടുത്തൊരു ഇക്വേഷൻ. നമുക്കിത് ആവശ്യമുള്ളതാണ്. നമ്മളിത് നോക്കിയടാ, നമ്മുടെ മുകളിൽ ന്യൂമറേറ്റർ എഴുതിക്കുന്ന കാര്യം നോക്കിയാൽ ന്യൂമറേറ്റർ എഴുതിക്കുന്നത് എന്താണ്ടാ? സൈൻ ഇത്രയും സാധനം എന്തായും? ഇത്രയും സാധനം എ, സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. ഇത് പ്ലസ് ആണ്, നമ്മളെന്താണ്? പ്ലസ് ഓർ മൈനസ് ആണെങ്കിൽ ഇവിടെയും മൈനസ് വരുമെന്നേ ഉള്ളൂ. ഇവിടെ മൈനസ് ആണെങ്കിൽ ആൻസർ എന്തായിരിക്കും വരും? ഇതെന്തിൻ്റെ എക്സ്പാൻഡഡ് ഫോം ആണ്ടാ? അതെന്ന് പറഞ്ഞ് ഇതിൻ്റെ എക്സ്പാൻഡ് ഫോം അല്ലേ? സൈൻ എക്ക് പകരം എക്സ് പ്ലസ് ഡെൽ എക്സും മൈനസ് ബിക്ക് പകരം എക്സും ആണ്. ഇതിൻ്റെ എക്സ്പാൻഡ് ഫോം അല്ലേ ഈ കിടക്കുന്നത്? സൈൻ എക്സ് മൈനസ് ബി എന്ന് പറയുന്നത് എന്താണ്ട? സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി ആണ്. ഓക്കെ, അപ്പം ബൈ ഡിവൈഡ് ബൈ കോസ് എക്സ് പ്ലസ് ഡെൽ എക്സ് ഇൻറ്റു കോസ് എക്സ്. ഒരു പ്ലസ് എക്സ് മൈനസ് തൊട്ടൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. നമുക്ക് എന്ത് കിട്ടും ആൻസർ? ഇങ്ങനെ കിട്ടും, സൈൻ ഡെൽ എക്സ് ബൈ കോസ് എക്സ് പ്ലസ് ഡെൽ എക്സ് ഇൻറ്റു കോസ് എക്സ് എന്ന് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടി. നമുക്കതിനെ നേരെ എടുത്ത് ഇവിടെ അപ്ലൈ ചെയ്യാം. ലിമിറ്റ് ഡെൽ എക്സ് ടെൻസ് ടു 0 ടാൻ എസ് പ്ലസ് ഡെൽ എക്സ് മൈനസ് ടാൻ എസ് നമ്മൾ ഇതുവരെ കൊണ്ട് വെച്ചിട്ടുണ്ട് ആൻസർ. സൈൻ ഡെൽ എക്സ് ബൈ കോസ് എക്സ് പ്ലസ്
ഡെൽ എക്സ് ഇൻറ്റു കോസ് എക്സ്. ഈ ബൈ ഡെൽ എക്സിന് നമുക്ക് എങ്ങനെ എഴുതാം? ഇൻറ്റു 1/del x എന്ന് എഴുതാം. ഒന്ന് അറേഞ്ച് ചെയ്യാണ്. ലിമിറ്റ് ഡെൽ എക്സ് ടെൻസ് ടു 0. സൈൻ ഡെൽ എക്സിൻ്റെ താഴെ ആരെ കൊണ്ടുവച്ചു? നമ്മൾ ഈ ഒരു ഡെൽ എക്സിനെ കൊണ്ടുവച്ചു. ഇൻറ്റു ബാക്കിയുള്ളതിനെ അങ്ങോട്ട് മാറ്റി എഴുതി 1/cos x പ്ലസ് ഡെൽ എക്സ് ഇൻറ്റു കോസ് എക്സ്. നമുക്ക് നേരെ എന്ത് ചെയ്യാൻ? ലിമിറ്റ് അപ്ലൈ ചെയ്യാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ലിമിറ്റ് എസ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ്. ആൻസർ എന്താണ് മക്കളെ? 1 ആണ്. ആണല്ല? അപ്പം അതനുസരിച്ച് ഇവിടെ എന്തായിട്ട് മാറും? ഇത്രയും സാധനം എന്തായിട്ട് മാറും? സൈൻ ഡെൽ എക്സ് ബൈ ഡെൽ എക്സ് എന്തായിട്ട് മാറും? 1 ആയിട്ട് മാറും. ബാക്കിയുള്ള ഇവിടെ ആരാണ്? 1/cos എക്സ് പ്ലസ് ഡെൽ എക്സിന് നമുക്ക് എന്ത് കൊടുക്കാം? 0 അല്ലേ? ഇൻറ്റു കോസ് എക്സ്. ദാറ്റ്സ് ഈക്വൽ ടു 1/cos എക്സ് ഇൻറ്റു കോസ് എക്സ് എന്നാവൂലേ? അപ്പോൾ കോസ് എക്സ് ഇൻറ്റു കോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1/cos സ്ക്വയർ എക്സ്. എടാ വീണ്ടും പഠിച്ചു വെച്ചോ, 1/cos എക്സ് എന്ന് പറഞ്ഞാൽ അതാരാണ്? അത് സീക്ക് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ 1/cos സ്ക്വയർ എക്സ് എന്താവും? അത് സീക്ക് സ്ക്വയർ എക്സ് ആവും. നമുക്ക് അടുത്ത് പഠിച്ചേക്കേണ്ട കാര്യം എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ്. ടാൻ എക്സ് ഡെറിവേറ്റീവ് എപ്പോഴും എന്താണ് ആൻസർ? സീക്ക് സ്ക്വയർ എക്സ് ആണ്. എന്താണ് ആൻസർ? സീക്ക് സ്ക്വയർ എക്സ്. ഓക്കെ, നമുക്ക് എല്ലാത്തിൻ്റെയും ഡെറിവേറ്റീവ് നമുക്ക് എന്താണ് ഒന്നുകൂടെ അങ്ങ് എഴുതാം. നമ്മൾ പഠിച്ച ഡെറിവേറ്റീവ് എന്തൊക്കെയാണ്? ഫസ്റ്റ് നമ്മൾ പഠിച്ചത് എന്താണ്ടാ? d/dx ഓഫ് എന്താണ്? d/dx ഓഫ് സൈൻ എക്സ്. ട്രിഗണോമെട്രിയുടെ എല്ലാം നമുക്ക് എഴുതാമേ. സൈനസിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്ടാ? നമ്മൾ പഠിച്ചു കോസ് എക്സ്. അതുപോലെ d/dx ഓഫ് എന്താണ്ടാ? d/dx ഓഫ് കോസ് എക്സ് എന്ന് പറയാൻ എന്താണ് ആൻസർ? മൈനസ് സൈൻ എക്സ്. ഇതാണ് മൈനസ് സൈൻ എക്സ്. നമ്മൾ അടുത്ത് പഠിച്ചു d/dx ഓഫ് ടാൻ എക്സ്. ഇപ്പോൾ ചെയ്തേ ഉള്ളൂ. ടാൻസിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? സീക്ക് സ്ക്വയർ എക്സ്. എന്താണ്? സി സ്ക്വയർ എക്സ്. ഇനി നമ്മൾ ചെയ്യുന്നില്ല, പകരം പഠിച്ചങ്ങ് വെച്ചാൽ മതി. ഡെറിവേറ്റീവ് ഓഫ് കൊസീക്ക് എക്സ് പഠിക്കണം, നമുക്ക് ആവശ്യമുണ്ട്. കൊസീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്ടാ? മൈനസ് കൊസീക്ക് എക്സ് കോട്ട് എക്സ്. ആവശ്യമുള്ള സാധനങ്ങളാണ് പഠിച്ചു വയ്ക്കണം നിങ്ങൾ കേട്ടോ. അടുത്ത ഡെറിവേറ്റീവ് ഓഫ് എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് സീക്ക് എക്സ്. സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ സീക്ക് എക്സ് ടാൻ എക്സ്. എന്താണ് നമ്മളെ? സീക്ക് എക്സ് ടാൻ എക്സ്. ഡെറിവേറ്റീവ് ഓഫ് കോട്ട് എക്സ് എന്താണത്? മൈനസ് കൊസീക്ക് സ്ക്വയർ എക്സ്. പഠിച്ചു വയ്ക്കാൻ ഒരു എളുപ്പമാർഗ്ഗമൊന്നുമല്ല. ഈ മൈനസ് വരുന്നത് പറഞ്ഞു തരാം. ഈ കോ എന്നുള്ള എന്താണ്? ഈ കോ എന്ന് പറയുന്നതിൽ തുടങ്ങുന്നത് വേറെ ഒന്നുമില്ല. കോയിൽ തുടങ്ങുന്നത് എന്താണ്? എപ്പോഴും എന്താണ്? ആൻസറിൽ മൈനസ് ഉണ്ടാകും കേട്ടോ. ആൻസറിൽ എന്നിട്ടോ മൈനസ്. അവിടെ കോസ് എക്സ് മൈനസ് ഉണ്ട്. അടുത്ത കോസീക്ക് എക്സ് അതിൽ മൈനസ് ഉണ്ട്. അടുത്ത കോട്ട് എക്സ് അതിൽ മൈനസ് ഉണ്ട്. ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചാലേ പറ്റുള്ളൂ. നിങ്ങൾ പഠിച്ച ഒരു സാധനമാണ് d/dx ഓഫ് എക്സ് റൈസ് ടു എൻ. എക്സ് റൈസിൻ്റെ ഡയറക്റ്റ് എന്താണ്? പഠിച്ചു വയ്ക്കുക. n ഇൻറ്റു എക്സ് റൈസ് ടു n മൈനസ് 1. നമുക്ക് ഭയങ്കര അധികം ആവശ്യമുള്ള സാധനമാണത്. ഇനി പറയുകയാണ് ഡെറിവേറ്റീവ് ഓഫ് d/dx ഓഫ് ഒരു കോൺസ്റ്റൻറ്റ്. ഒരു 7 എന്ന് പറയുന്ന നമ്പർ എടുക്കാം. 7ൻ്റെ ഡെറിവേറ്റീവ് എപ്പോഴും എന്താണ് ആൻസർ? 0. അതായത് ഡെറിവേറ്റീവ് ഓഫ് d/dx ഓഫ് ഒരു കോൺസ്റ്റൻറ്റിനെ നമുക്ക് k എന്ന് എടുക്കാം. k ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഞാൻ ഡെറിവേറ്റീവ് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ഡെറിവേറ്റീവിൻ്റെ അതായത് എന്താണ്? കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് എപ്പോഴും എന്താ? 0 ആണ്. നമുക്ക് വേറെ ഒരെണ്ണം നോക്കാം. d/dx ഓഫ് ഇങ്ങനെ വരാം. ഒരു കോൺസ്റ്റൻറ്റും ഒരു ഫംഗ്ഷനുമായിട്ട് വരാം. ഡെറിവേറ്റീവ് ഓഫ് 7 സൈൻ എക്സ് എന്ന് വരാം. 7 സൈൻ എക്സ്. ഇതിപ്പോൾ ഒരു ഒരു കോൺസ്റ്റൻ്റ് ഒറ്റയ്ക്കല്ല, നിങ്ങളൊരു ഫംഗ്ഷൻ്റെ കൂടെയല്ലേ നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ കോൺസ്റ്റൻറ്റിനെ ഈ ഫംഗ്ഷനിൽ നിന്ന് പുറത്തെടുത്ത് മാറ്റി നിർത്തിയതിന് ശേഷം സൈൻ എക്സിൻ്റെ മാത്രം ഡെറിവേറ്റീവ് എടുത്ത്. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്ടാ? കോസ് എക്സ്. അപ്പോൾ 7 കോസ് എക്സ്. എന്താണ് ആൻസർ? 7 കോസ് എക്സ്. ഇനി നമുക്ക് വേറെ വേണമെങ്കിൽ നോക്കാം. d/dx ഓഫ് എന്താണ്? -5 കോസ് എക്സ് എന്ന് വിചാരിച്ചോ. -5 കോസ് എക്സ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ പറഞ്ഞു കോസ് എക്സിൻ്റെ കൂടെ, കോസ് എക്സ് ആണ് നമ്മളവിടുത്തെ ഫംഗ്ഷൻ, -5 കോൺസ്റ്റൻ്റ് ആണ്. അതിനെന്ത് ചെയ്യുക? ഡെറിവേറ്റീവിനെ പുറത്തെടുക്കുക. ഇനി കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്ടാ? മൈനസ് സൈൻ എക്സ്. അപ്പോൾ -5 ഇൻറ്റു മൈനസ് സൈൻ എക്സ്. ആൻസർ എന്താണ്? പ്ലസ് ആവും. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്. ആൻസർ 5 സൈൻ എക്സ് എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെയെല്ലാം എന്താണ് ക്വസ്റ്റ്യൻസ് വരാം. അല്ലെങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻ വരാം. d/dx ഓഫ് എന്താണ്? 8 റൂട്ട് എക്സ്. എന്താണ്? 8 റൂട്ട് എക്സ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 8നെ പുറത്തെടുക്കും. റൂട്ട് എക്സിൻ്റെ റേറ്റ് എന്താണ്ടാ? 1/2 റൂട്ട് എക്സ്. 8 ഇൻറ്റു കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. 4. ആൻസർ നമുക്ക് എന്ത് കിട്ടും? 4/റൂട്ട് എക്സ്. ഇതൊക്കെ നമുക്ക് എന്താണ് ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻസ് ആണ്. ഇനി വീണ്ടും ഫംഗ്ഷനെ സമ്മായിട്ട് തരും. അതായത് എന്താണ്? ഫൈൻഡ് ദി ഡെറിവേറ്റീവ് d/dx ഓഫ് എന്താണ്?
സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്, അതാണ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്. അപ്പോൾ രണ്ട് ഫംഗ്ഷനുണ്ട്, സൈൻ എക്സ് ഒരു ഫംഗ്ഷൻ, കോസ് എക്സ് മറ്റൊരു ഫംഗ്ഷൻ, രണ്ടും ആഡ് ചെയ്തൊക്കെയല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് സ്പ്ലിറ്റ് ചെയ്യാം. ഡി ബൈ ഡി എക്സ് ഓഫ് എന്താണ് സൈൻ എക്സ്, സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് പ്ലസ് എന്താണ് ഡെറിവേറ്റീവ് ഓഫ് എന്താണ് കോസ് എക്സ്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ, ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സൈനസിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് മക്കളെ, കോസ് എക്സ് പ്ലസ് എന്താണ് കോസിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് മൈനസ് സൈൻ എക്സ്. പ്ലസ് മൈനസ് അടുത്ത് വരുമ്പോൾ എന്താവും, അത് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് എന്നാകും. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചിരിക്കുക. ഇനി മൈനസ് ആണ് വരുന്നതെങ്കിൽ വേറെ ഒന്നും ചെയ്യാം. ഡി ബൈ ഡി എക്സ് ഓഫ് ഡി ബൈ ഡി എക്സ് ഇങ്ങനെ വരികയാണ്, റൂട്ട് എക്സ് മൈനസ് എക്സ് റൈസ് ടു 5 ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ഡെറിവേറ്റീവ് ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് എന്താണ് റൂട്ട് എക്സ് മൈനസ് എന്താണ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു 5. റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞു 1/2 റൂട്ട് എക്സ് മൈനസ് എക്സ് റൈസ് ടു 5ൻ്റെ ഡെറിവേറ്റീവ് എന്താണ് 5 ഇൻറ്റു എക്സ് റൈസ് ടു 5 മൈനസ് 1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1/2 റൂട്ട് എക്സ് മൈനസ് 5 എക്സ് റൈസ് ടു 4. അപ്പോൾ ഇതൊക്കെ എന്താണ് നമ്മളെ ക്വസ്റ്റ്യൻസ് ആണ്. പ്ലസ് മൈനസ് വന്നാൽ ഇങ്ങനെയാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ള രണ്ട് സാധനമാണ്, പ്രോഡക്റ്റ് റൂളും കോഷ്യൻ റൂളും. അപ്പോൾ നമുക്ക് അടുത്ത നമുക്ക് എന്ത് നോക്കാം, പ്രോഡക്റ്റ് റൂൾ നോക്കാം. പ്രോഡക്റ്റ് റൂൾ ഇതാണ്. അതായത് നമുക്ക് എന്താണ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് രണ്ട് ഫംഗ്ഷനാണ് യുവും വിയും. എന്താണ് യുവും വിയും. അപ്പോൾ നമ്മൾ എഴുതുന്ന രീതി ഇതാണ്, ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഡി ബൈ ഡി എക്സ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എന്താണ് ഫസ്റ്റ്. ഇങ്ങനെ എഴുതാം, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു എന്താണ് ഡെറിവേറ്റീവ് ഓഫ് എന്താണ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എന്താണ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. മനസ്സിലാവട്ടെ, ഇങ്ങനെ വരയ്ക്കാനല്ലേ, കുറച്ചുകൂടെ കത്തും. അപ്പോൾ ഇതാണ് അതിൻ്റെ റൂൾ. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വേണം. കാരണം ഇത് നമുക്ക് ആവശ്യമുള്ള സാധനം. കാരണം എന്തെന്ന് പറഞ്ഞ് ചോദിക്കും, പ്രോഡക്റ്റ് റൂൾ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും, നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ. ഇത് നിങ്ങൾ പഠിച്ചോണം, ആവശ്യമുള്ള സാധനം. ഇനി നമുക്ക് അടുത്ത് വേണ്ടത് പ്രോഡക്റ്റ് റൂൾ കഴിഞ്ഞ് അടുത്ത് നമുക്ക് വേണ്ടത് അതാണ്ടാ, നമുക്കിത് വെച്ച് ഒരു പ്രോബ്ലം പിന്നീട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമുക്ക് തൽക്കാലം പിന്നീട് നോക്കാം, നെക്സ്റ്റ് അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് എന്താ, കോഷ്യൻ റൂൾ. എന്താണ് കോഷ്യൻ റൂൾ എന്ന് നോക്കാം. കോഷ്യൻ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഷ്യൻ്റ് റൂൾ, രണ്ട് ഫംഗ്ഷനാണ് യുവും വി. അതെങ്ങനെ കിടക്കും, യു ബൈ വി ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഫോർമാറ്റ് ഡി ബൈ ഡി എക്സ് ഓഫ് യു ബൈ വി ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഡിനോമിനേറ്റർ സ്റ്റാർട്ട് ചെയ്യും. ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ താഴെയുള്ള നമ്പർ അല്ലേ ഡിനോമിനേറ്റർ. അപ്പോൾ ഡിനോമിനേറ്റർ ആദ്യം വി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എന്താണ് ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ ആരാണ് യു മൈനസ് ഇനി അടുത്ത ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഓൾ ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ എന്തെടുക്കണോടാ സ്ക്വയർ എടുക്കണം. ഇത്രയേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, ഡി ആർ എന്ന് പറഞ്ഞാൽ എന്താണ്ടാ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എന്താണ് ഡെറിവേറ്റീവ് ഓഫ് എന്താണ് ന്യൂമറേറ്റർ. എൻ ആർ എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ ആണ്, മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എന്താണ് ഡിനോമിനേറ്റർ ബൈ എന്താണ്ടാ ബൈ ഡിനോമിനേറ്റർ എന്താണ് സ്ക്വയർ. ഇതൊരു സാധനം, ഇത് ഇത്ര ഒരു സാധനം, ഇതൊരു സാധനം താഴെ. ഇത്രയും മനസ്സിലായോ? ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതും എന്താണ് കാണാതെ പഠിച്ചു വേണം. കാരണം നമുക്ക് എന്താണ് ഇത് വെച്ചുള്ള പ്രോബ്ലംസ് എന്താണ് നമുക്കുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഓരോരോ കുഞ്ഞു ഫംഗ്ഷനുകളെ എന്താണ് ഡെറിവേറ്റീവ് നമുക്ക് എന്ത് ചെയ്യാം എടുത്തു തുടങ്ങാം. ഫസ്റ്റ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് ഓരോന്നോരം ചെയ്ത് പോകാമേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എസ് സ്ക്വയർ പ്ലസ് 7 കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കും? ആദ്യം എന്താണ് നമുക്ക് ഇങ്ങനെ എഴുതാം, ഡി ബൈ ഡി എക്സ് ഓഫ് എസ് സ്ക്വയർ പ്ലസ് 7 കോസ് എക്സ്. എസ്കോൻ്റെ ഡെറിവേറ്റീവ് എന്താണ് കോളേജിൽ നിങ്ങൾക്ക് എന്താണ് ഓരോന്നിനും ഡെറിവേറ്റീവ് ഒക്കെ എടുത്ത് എഴുതുന്നുണ്ട്. ഇനി അങ്ങനെയൊന്നും എഴുതി പോകുന്നില്ല. എസ്കോൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും, എക്സ് റൈസ് ടു എന്നിൻ്റെത് എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1. ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെ എഴുതി പോവും, പിന്നെ ഒന്നും എഴുതൂല കേട്ടാ. എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1.
അപ്പോൾ അതനുസരിച്ച് എക്സ് സ്ക്വയർ നമ്മൾ എങ്ങനെ ചെയ്യും? 2 ഇൻറ്റു എക്സ് റൈസ് ടു 2 മൈനസ് 1. നിങ്ങളിനി പഠിക്കുക. എക്സ് റൈസ് ടു 5 ചോദിച്ചാൽ 5 എക്സ് റൈസ് ടു 4. എക്സ് റൈസ് ടു 7 ആണെങ്കിൽ 7 എക്സ് റൈസ് ടു 6. ഓക്കെ, അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക. പ്ലസ് എന്താണ്? 7 കോസ് എക്സ്. ഞാൻ പറഞ്ഞ പോലെ 7 അങ്ങോട്ട് നമ്മൾ മാറ്റി നിർത്തും. കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് മക്കളെ? മൈനസ് സൈൻ എക്സ്. തീർന്നു, സംഭവം തീർന്നു. 2 ഇൻറ്റു എക്സ് റൈസ് ടു 2 മൈനസ് എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ എക്സ് 2x. ഇവിടെ മൈനസിൻ്റെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ പ്ലസ് എന്താവും? മൈനസ് 7 സൈൻ എക്സ്. സാധനം തീർന്നു, ഇത്രയേ ഉള്ളൂ. വേറെ അതിനകത്ത് ഒന്നും ചെയ്യാനില്ല. വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതിലൂടെ കോംപ്ലിക്കേഷൻ കൂടി ക്വസ്റ്റ്യൻ നോക്കാം. 4x³ മൈനസ് 9x² പ്ലസ് 13x മൈനസ് 5. നമുക്കിതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. d/dx ദാറ്റ് ഇസ് ഈക്വൽ ടു 4x³. 4നെ അങ്ങോട്ട് മാറ്റി നിർത്തുക. s³ ഡെറിവേറ്റീവ് എന്താ? 3x². കണ്ട 3x² മൈനസ് 9x² അല്ലേ? 9നെ മാറ്റി നിർത്തുക. എസ് കൊണ്ട് ഡെറിവേറ്റീവ് എന്താണ്? 2x. എന്താണ്? 2x പ്ലസ് 13x. 13നെ മാറ്റി നിർത്തുക. എക്സിൻ്റെ ഡെറിവേറ്റീവ് എത്രയാണ്ട? 1 മൈനസ് 5ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്ട? 5 ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്, അതിൻ്റെ ഡെറിവേറ്റീവ് 0. അപ്പം ബാക്കി എളുപ്പമായി. 4 എത്രയാടാ? 12x² മൈനസ് 9 ഇൻറ്റു 2 എന്താണ്? 18x പ്ലസ് 13. ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണ്? എക്സ് പ്ലസ് സൈൻ എക്സ് പ്ലസ് 5 ടാൻ എക്സ്. എക്സിൻ്റെ ഡെറിവേറ്റീവ് എത്രയുണ്ടാ മക്കളെ? 1 പ്ലസ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് പ്ലസ് 5 ടാൻ എക്സിൽ 5നെ അങ്ങോട്ട് പുറത്തോട്ട് മാറ്റി നിർത്തുക. ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ മക്കളെ? sec²x. ഇത്രയേ ഉള്ളൂ, ഇതിനകത്ത് വേറെ ഒന്നും ചെയ്യാനില്ല. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. 3 cos x മൈനസ് 4 tan x പ്ലസ് കോട്ട് എക്സ്. ഇതിൽ നമുക്ക് എന്തെടുക്കണം? ഡെറിവേറ്റീവ് എടുക്കണം. എന്ത് ചെയ്യും? ഡയറക്റ്റ് ഡെറിവേറ്റീവ് എടുക്കാം. 3 cos x എന്ത് ചെയ്യും? നമ്മൾ 3 അങ്ങോട്ട് മാറ്റി നിർത്തും. കോസിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് നമ്മുടെ? കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു മൈനസ് സൈൻ എക്സ് മൈനസ് 4 ടാൻ എക്സ്. 4നെ അങ്ങോട്ട് മാറ്റി നിർത്തും. ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? sec²x പ്ലസ് കോട്ട് എക്സിനെ എഴുതി തന്നു. കോട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് നമ്മുടെ? കോട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് cosec²x അല്ലേ? മൈനസ് cosec²x. ദാറ്റ് ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു മൈനസ് സൈൻ എക്സ്. എന്താണ് ആൻസർ? മൈനസ് 3 സൈൻ എക്സ് മൈനസ് 4c²x പ്ലസ് മൈനസ് വരുമ്പോൾ അവിടെ എന്താവും? മൈനസ് cosec²x. ഇത്രയേ ഉള്ളൂ, അതിൻ്റെ ആൻസർ അത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ 1 മൈനസ് 1/x പ്ലസ് 2/x². ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ നമ്മളിതിനെ അങ്ങ് ചേഞ്ച് ചെയ്യുക, അതാണ് ഏറ്റവും എളുപ്പം. അതായത് ക്വസ്റ്റ്യൻ അങ്ങ് ചേഞ്ച് ചെയ്യുക. d/dx ഇൻറ്റു dx ഓഫ് 1 മൈനസ് ഈ 1/x എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? 1/x എന്ന് പറഞ്ഞാൽ എന്താണ്? x റൈസ് ടു മൈനസ് 1 ആണ്. 1/x² ആണെങ്കിലോ ആൻസർ x റൈസ് ടു മൈനസ് 2. കാരണം പവർ മുകളിൽ പോകുമ്പോൾ എന്താവും? മൈനസ് ആവും എന്ന് പഠിച്ചു വെച്ചാൽ മതി. ഇപ്പോഴത്തെ 1/x എന്താവും? 1/x എന്ന് പറഞ്ഞാൽ x റൈസ് ടു മൈനസ് 1 പ്ലസ് 2/x² എന്ന് പറയുമ്പോൾ എന്താണ്? 2 ഇൻറ്റു 1/x² എന്ന് പറയുന്നത് x റൈസ് ടു മൈനസ് 2. ഇനി നമ്മൾ നേരെ അങ്ങ് ഡെറിവേറ്റീവ് എടുത്താൽ മതി. ഡെറിവേറ്റീവ് എന്താണ്? 1ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 0. 1 ഒറ്റയ്ക്കാണല്ലേ? മൈനസ് x റൈസ് ടു മൈനസ് 1 ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് 1 ഇൻറ്റു x റൈസ് ടു മൈനസ് 1 പ്ലസ് 2 ഒറ്റയ്ക്കല്ല, ഫംഗ്ഷൻ്റെ കൂടെയാണ്. 2നെ മാറ്റി നിർത്തുക. x റൈസ് ടു മൈനസ് 2ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് 2 ഇൻറ്റു x റൈസ് ടു മൈനസ് 2 മൈനസ് 1. ദാറ്റ് ഇസ് മൈനസ് വരുമ്പോൾ എന്താവൂടാ? പ്ലസ് ആവും. അപ്പോൾ പ്ലസ് 1 ഇൻറ്റു x റൈസ് ടു മൈനസ് 1 എത്രയാണ് ആൻസർ? മൈനസ് 2 പ്ലസ് 2 ഇൻറ്റു മൈനസ് എത്രയാണ്ടാ? മൈനസ് 4 ഇൻറ്റു x റൈസ് ടു മൈനസ് 2 എത്രയാണ് ആൻസർ? മൈനസ് 3. ദാറ്റ് ഇസ് ഈക്വൽ ടു x റൈസ് ടു മൈനസ് 2 എങ്ങനെ എഴുതാം? 1/x² എന്ന് എഴുതാം. 1 ഇൻറ്റു 1/x² എന്ന് പറഞ്ഞാൽ ആൻസർ 1/x². പ്ലസ് മൈനസ് വരുമ്പോൾ എന്താവും? മൈനസ് 4 ഇൻറ്റു x റൈസ് ടു മൈനസ് 3 എന്ന് പറഞ്ഞാൽ ആൻസർ എന്താണ്? 1/x റൈസ് ടു 3. ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമുക്ക് എങ്ങനെ എഴുതാം? അതിനെ വേണമെങ്കിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് ഇങ്ങനെയൊക്കെ എഴുതാം. 1/s² മൈനസ് 4/s³ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? എഴുതി കംപ്ലീറ്റ് ചെയ്യാം. വളരെ ഈസിയാണ് സംഭവം. ഇത് വളരെ എളുപ്പമാണ്, നോക്കിക്കോണേ. അത് നമുക്ക് എന്താണ്? ഫസ്റ്റ് നമുക്കിതിനെ ഞാൻ പറഞ്ഞ പോലെ എന്താണ്? താഴെ എന്താണ്? ഈ എക്സും റൂട്ട് എക്സിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? മുകളിലോട്ട് പൊക്കിക്കൊണ്ട് വരണം അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ? d/dx ഓഫ്
ടു റൂട്ട് എക്സ് അങ്ങനെ തന്നെ നിൽക്കട്ടെ മൈനസ് 3 ഇൻറ്റു ഈ 1/x മുകളിൽ വരുമ്പോൾ എന്താ കൂടെ എക്സ് റൈസ് ടു മൈനസ് 1 മൈനസ് 1/√x 1/√x എന്ന് പറയുന്നത് എന്താണ് 1/x റൈസ് ടു 1/2 അല്ലേ. അത് മുകളിൽ വരുമ്പോൾ എന്താവും എക്സ് റൈസ് ടു മൈനസ് 1/2. അപ്പോൾ എക്സ് റൈസ് ടു മൈനസ് 1/2 ദാറ്റ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു റൂട്ടസിൻ്റെ ഡെറിവേറ്റീവ് റൂട്ടസിൻ്റെ ഡെറിവേറ്റീവ് അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. റൂട്ടസിൻ്റെ ഡെറിവേറ്റീവ് എന്താണത് 1/2 റൂട്ട് എക്സ് അല്ലേ 1/2 റൂട്ട് എക്സ്. അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എക്സ് റൈസ് ടു 1/2 എടുത്തതിന് ഇതുപോലെ ചെയ്യുക. മൈനസ് 3 ഇൻറ്റു എക്സ് റൈസ് ടു മൈനസ് 1 ഡെറിവേറ്റീവ് എന്താണ് മൈനസ് 1 ഇൻറ്റു എക്സ് റൈസ് ടു മൈനസ് 1 മൈനസ് എക്സ് റൈസ് ടു മൈനസ് 1/2 ഡെറിവേറ്റീവ് എന്താണ് മൈനസ് 1/2 ഇൻറ്റു എക്സ് റൈസ് ടു മൈനസ് 1/2 മൈനസ് 1. ഇവിടെ 2 ക്യാൻസലായി പോവും. 1/√x മൈനസ് 3 ഇൻറ്റു മൈനസ് 1 ഇവിടെ എന്താവും പ്ലസ് 3 ആവും. എക്സ് റൈസ് ടു മൈനസ് 1 എന്ന് പറഞ്ഞാൽ മൈനസ് 2 ആണ്. ഇവിടെ മൈനസ് 1 ചേർന്ന് അവിടെ എന്താ ഇവിടെ പ്ലസ് 1/2 ആണ്. 1/2 ഇൻറ്റു എക്സ് റൈസ് ടു മൈനസ് 1/2 മൈനസ് 1 എന്തായിരിക്കും ആൻസർ 1 നമുക്ക് 1/1 എന്ന് എഴുതാം. ക്രോസ് ചെയ്യുമ്പോൾ മൈനസ് 1 ഇൻറ്റു 1 മൈനസ് 1 നടുക്കുള്ള മൈനസ് 2 ഇൻറ്റു 1 2/2 ഇൻറ്റു 1 2 അപ്പോൾ ആൻസർ മൈനസ് 3/2 എന്ന് കിട്ടും. അപ്പോൾ എക്സ് റൈസ് ടു മൈനസ് 3/2 ദാറ്റ്സ് ഈക്വൽ ടു 1/√x പ്ലസ് 3 ഇൻറ്റു എക്സ് റൈസ് ടു മൈനസ് 2 എന്ന് പറയുന്നത് എന്താണ് ആൻസർ 1/s² പ്ലസ് 1/2 ഇൻറ്റു എക്സ് റൈസ് ടു മൈനസ് 3 എന്ന് പറഞ്ഞാൽ 1/x റൈസ് ടു 3/2. ഇത്രയും മതി. നിങ്ങൾ കൂടുതലൊന്നും ഇത് ചെയ്യേണ്ട, ചെയ്ത് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഈ രണ്ട് ഐഡൻറ്റിറ്റി എപ്പോഴും നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ നല്ലതായിരിക്കും. റൂട്ട് എക്സിൻ്റെ റേറ്റ് എന്താണ് 1/2 റൂട്ട് എക്സും 1/xൻ്റെ റേറ്റ് എന്താണ് മൈനസ് 1/s². ജസ്റ്റ് എന്ത് ചെയ്യുക ഒന്ന് ജസ്റ്റ് എപ്പോഴെങ്കിലും ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, നല്ലതായിരിക്കും അത് ഓർത്ത് വെച്ചിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് റൂട്ട് എക്സിൻ്റെ എന്താണ് ഡെറിവേറ്റീവ് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുന്നത്. റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് 1/2 റൂട്ട് എക്സ് ആണ് എന്ത് ചെയ്യുക ബെറ്ററായിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ.